ഹായ് നമസ്കാരം, എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കണ്ണൂരാണ് ഉള്ളത്. കണ്ണൂർ ഇപ്പോൾ രാത്രി കാണാൻ അതിമനോഹരമാണ് കേട്ടോ. നമ്മളെ നടപ്പാതയും ഒരുപാട് ലൈറ്റും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ കണ്ണൂരിൻ്റെ എല്ലാ ഭാഗത്തും എത്തിയിട്ടില്ല. കണ്ണൂർ നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തും പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് സാധ്യമാക്കട്ടെ എന്ന് അപേക്ഷിക്കുകയാണ്. നല്ല വെളിച്ചമാണ് വേണ്ടത്. ആ വെളിച്ചവും ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ സ്റ്റേഡിയം കോർണറിലാണ് ഉള്ളത്. സ്റ്റേഡിയത്തിൻ്റെ അവിടെ മഹാത്മാ മന്ദിരം അവിടെ. അപ്പോൾ അവിടെയുള്ള നടപ്പാത ഇത് ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ നടക്കാൻ. രാത്രിയല്ല ഇവിടേക്കൂടെ നടക്കാനല്ല എന്താ സുരക്ഷിതമാണെന്നോ. നല്ല ലൈറ്റ് ഉണ്ട്, എക്സ്ട്രാ ലൈറ്റ് ഉണ്ട്, സൈഡ് കമ്പി വെച്ചിട്ടുണ്ട്, ടൈൽസെല്ലാം നല്ല ടൈൽസ് ഇട്ടിന്. ആ കാണുന്നത് ഫുട്ബോൾ ഗ്രൗണ്ടാണ് കേട്ടോ, ടർഫ്. അപ്പം അവിടെ നല്ല ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അതൊക്കെ കാണാനും എല്ലാം അതിമനോഹരമാണ്. രാത്രി വലിയ വൻ നഗരങ്ങളിൽ നിന്ന പോലെയുള്ള വികസനം വരുന്നുണ്ട്. അത് എത്രമാത്രം വരും എന്നറിയില്ല, എന്നാലും കുറച്ചായിട്ട് വരുന്നുണ്ട്. അത് കണ്ണൂർ നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു അലങ്കാരങ്ങൾ ഉണ്ടാകട്ടെ, അതുപോലെ നല്ല വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് അവരോട് അഭ്യർത്ഥിക്കുക, ഇതെല്ലാം ഉണ്ടാക്കി തരാൻ വേണ്ടി. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ഭാഗം അതിമനോഹരമായിട്ടുണ്ട്. ലൈറ്റുകൾ, ഈ ലൈറ്റ് കറണ്ട് പോസ്റ്റുകൾ കംപ്ലൈൻ്റ് ആണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഒന്ന് അത് ക്ലിയറാക്കി തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു അല്ലേ. അതുപോലെ തന്നെ നോക്കൂ, കാണുന്ന കാഴ്ച അപ്പുറം നേരെ പോലീസ് മൈതാനാണ്. അവിടെയാണ് സർക്കസും കൺസ്യൂമർ ഫെയറും ഒക്കെ നടക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞു. ഇനി ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് ആരംഭിക്കും. നോക്കൂ, നടപ്പാത നോക്കൂ, നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിലേക്കൂടെ നടക്കുമ്പം എന്തൊരു സുന്ദരമാണെന്നറിയോ. എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായമാണ്. ഇതേപോലെയുള്ള ഫുട്പാത്തുകളിൽ ഒരു സൈഡിൽ ചെറിയ ഇരിപ്പിടം കൂടി നിർമ്മിച്ചിരുന്നെങ്കിൽ യാത്രക്കാർക്കെല്ലാം ജസ്റ്റ് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാവും. ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരുന്നു കേട്ടോ. ഒരു ചെറിയൊരു പാർക്ക് പോലെ ഇരിക്കേണ്ട സൗകര്യങ്ങൾ, അത് ഒരു നല്ല പോയിൻ്റാണ്. അതങ്ങനെ കണ്ടതെന്ന് വെച്ചാൽ മാഹിയിൽ കണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല, മാഹിയിൽ മുന്നേ ഉണ്ടായിരുന്നു. റോഡ് വികസനത്തിൻ്റെ ഭാഗമായി പിന്നെ അത് പൊളിച്ചു. ചെറിയ ഇരിക്കേണ്ട കസേരകൾ, അതായത് ഇരുമ്പിൻ്റെയോ അല്ലെങ്കിൽ വാർപ്പിൻ്റെയോ അങ്ങനത്തെ നല്ല കസേരകൾ സൈഡിൽ വയ്ക്കുക. അതൊക്കെ യാത്രക്കാർക്ക് നടന്നു പോകാനുള്ള സൗകര്യം, നടന്നു പോകേണ്ട സൗകര്യം വെച്ച് പിന്നെ അവിടെ റെസ്റ്റ് ചെയ്യാൻ ഇരിക്കാനും എല്ലാം നല്ലൊരു പാർക്ക് പോലെ തന്നെയാണ് ഇപ്പോൾ കാണുമ്പോൾ. അതിമനോഹരമാണ്. വൈകുന്നേരങ്ങളിൽ രാത്രിയൊക്കെ നടക്കാനുള്ള നല്ല പാതയാണ്. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ചെറിയ മരങ്ങളുടെ കൊമ്പ് താണിട്ടുണ്ട്. അതൊന്ന് മുറിച്ച് മാറ്റാൻ ശ്രമിക്കണം, ഇല്ലെങ്കിൽ കണ്ണിൽ തട്ടും. അതുപോലെ കേബിള്, വയറുകൾ അതൊക്കെ ഞേന്നിട്ടുണ്ട്. അതൊക്കെ മാറ്റി ഉയർത്തി കെട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണം. ഈ വീഡിയോ ലെവലിലൊന്ന് ഷെയർ ചെയ്യുക. അതിമനോഹരം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഈ കാണുന്നത് ടൗൺ സ്ക്വയറാണ്, നേരെ ഓപ്പോസിറ്റ് കാണുന്നത്. അവിടെയൊക്കെ പരിപാടി നടക്കുന്നതാണ്. ഇന്നലെ വരെ പരിപാടി ഉണ്ടായിരുന്നു, കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് വരും. അടിപൊളിയാണ്. അങ്ങനെ അവിടുന്ന് ഞാൻ നടന്നു. സൂപ്പറാണ് കേട്ടോ, പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഇപ്പോൾ നിർമ്മിച്ചത് എല്ലാ ഭാഗത്തും ആയിട്ടില്ലെങ്കിലും ഉള്ളിടത്ത് നല്ല മനോഹരമായിട്ടുണ്ട്. പക്ഷേ പണി പകുതി കിട്ടിയിട്ടാണ് ഉള്ളത്. അത് പോരാ, ഇനി പൂർത്തിയാക്കാനുണ്ട് ഒരുപാട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ വയറിങ്ങനെ ഞേന്നിട്ട് അതിൽ കണ്ണിൽ തട്ടും, അല്ലെങ്കിൽ കുളത്തി വലിക്കൂ. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് അധികാരികൾ, ജോലിക്കാരും. അപ്പം പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. പകുതിക്ക് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ പണി നടക്കില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മഴ വരുന്നതിടക്ക് എത്രയും പെട്ടെന്ന് ഈ അലങ്കാര പണികൾ, കണ്ണൂർ നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തും അലങ്കാരമായിട്ടുള്ള ഇതുപോലെയുള്ള പണികൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കട്ടെ, ജനങ്ങളിലേക്ക് എത്തിക്കട്ടെ. അത് അധികാരികൾ ആരും ആയിക്കോട്ടെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നോക്കൂ, ഇത് KVR ടവറിൻ്റെ അടുത്താണുള്ളത്. മഹാത്മാ മന്ദിരമാണ് നേരെ വലതുവശത്ത് കാണുന്നത്. നേരെ അങ്ങ് നോക്കുമ്പോൾ കാൽടെക്സ് ജംഗ്ഷനാണ്. അതിമനോഹരമാണ് കേട്ടോ. ഇതേപോലെ ലൈറ്റും, ഓരോ തൂണിൽ ലൈറ്റും ഫിറ്റായി കഴിഞ്ഞാൽ കാണാൻ തന്നെ എന്തൊരു ചേലാണ് അല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.